നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോദി മോദി എന്ന ആർപ്പുവിളി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് ഓടിയെത്തി ജനക്കൂട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ പ്രവാസികളെ കയ്യിലെടുത്ത് മോദി. കയ്യടികളോടെ സദസ്സ് മോദിയെ വരവേറ്റു. UAE-യിൽ പ്രവാസി ഇന്ത്യക്കാരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ഭാരത് UAE ദോസ്തി സിന്ദാബാദ് എന്ന് പറഞ്ഞായിരുന്നു മോദി തന്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത്. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജന്മനാടിന്റെ മധുരവുമായാണ് താൻ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ UAE സൗഹൃദം നീളാൽ വാഴട്ടെ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി UAE പറഞ്ഞു. UAE പ്രസിഡന്റിനെ സഹോദരൻ എന്നാണ് മോദി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറി. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചു അദ്ദേഹം. മാത്രമല്ല അറബിയിലും ഹിന്ദിയിലും അദ്ദേഹം പ്രസംഗിച്ചു എന്നതും ഏറെ വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ്. അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉച്ചാരണത്തിൽ തെറ്റുണ്ടാകാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഇതിലേക്ക് പോയത്. 2019 UAE-യുടെ പരമോന്നത ബഹുമതി നൽകി UAE എന്നെ ആദരിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച മോദി, ഇത് എനിക്കുള്ള ബഹുമതിയല്ല, ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളതാണെന്ന് പറയുകയുണ്ടായി. ഷെയ്ഖ് മുഹമ്മദിനെ കാണുമ്പോഴെല്ലാം ഇന്ത്യൻ ജനതയെക്കുറിച്ച് എന്നും താൻ പ്രശംസിക്കാറുണ്ട് എന്നും മോദി ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യ UAE ബന്ധം ഓരോ ദിവസവും ദൃഢമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അബുദാബിയിൽ ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള ചരിത്ര മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നതെന്നും ഇന്ത്യ UAE ദൃഢബന്ധം വ്യക്തമാണ് ഇതിലൂടെയെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 6 മാസം ചിലവഴിച്ച UAE ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ 7ാമത്തെ വലിയ നിക്ഷേപകരാണ് UAE. 2047ഓടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്ന് മോദി പറഞ്ഞു. നമുക്കറിയാം, ഈ BJP സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഇന്ത്യ 100ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ, അതായത് 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത ഭാരതമാക്കുക എന്ന ഒരു നീക്കമാണ് BJPക്കുള്ളത്. അത് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം UAE-യിൽ എത്തിയപ്പോഴും അവിടെയും അദ്ദേഹം ഈ കാര്യം ആവർത്തിക്കുകയുണ്ടായി. UAE-യിലും മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിൽ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നും ഇതാണ് 3ാം മോദി സർക്കാരിന്റെ ഉറപ്പെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളുടെ ദുരിതം തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. UK MP പ്രീതി പട്ടേൽ അഹ്ലൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി UAE-യിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അബുദാബിയിൽ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു ഇന്നലെ രാത്രി. അതിനു മുന്നേ അദ്ദേഹം IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായി അദ്ദേഹം ഇടപഴകുകയുണ്ടായി, ആശയവിനിമയം നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സിസ്റ്റം UAE-യുടെ പേയ്മെന്റ് സിസ്റ്റമായ AANI-യുമായി ബന്ധിപ്പിക്കുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഇന്ത്യയിൽ നടക്കുന്ന വികസനങ്ങളെക്കുറിച്ചും UAE പ്രസിഡന്റ് പറയുകയുണ്ടായി. നിക്ഷേപം, സാമ്പത്തിക രംഗം, ഊർജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ ഇന്ത്യയിലെ വികസനങ്ങളെക്കുറിച്ചായിരുന്നു UAE പ്രസിഡന്റ് പ്രസംഗത്തിലൂടെ പറഞ്ഞത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം UAE-യിൽ എത്തിയിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയുണ്ടായി. 2047 ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി. എന്തായാലും വളരെ കയ്യടിയോടെ, വളരെ ആവേശത്തോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം UAE-യിൽ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.